ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ സ്കിൻ കെയർ, ബോഡി കെയർ, ലിപ് കെയർ നമുക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഓയിലാണ് കേട്ടോ, ഹെയർ ഓയിലാണ്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ ഓയിൽ. ഇത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് വരുന്നത്. നമുക്ക് ആയുർവേദ കടകളൊക്കെ കിട്ടും, അങ്ങാടി മരുന്നുകളൊക്കെ ഉള്ള കടകളുണ്ടല്ലോ, അപ്പം അവിടെ കിട്ടുന്നതാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഈ ബോട്ടിലിന് 60 രൂപ, 70 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഹെർബൽ ഓയിലാണ്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിലിൽ കുറെ ആയുർവേദിക് മെഡിസിൻസ് ഉണ്ടല്ലോ, കുറെ ഇലകള്, വേരുകള്, അങ്ങനെ. അപ്പം അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഓയിൽ ഇതിൻ്റെ കൂടെ വരുന്നതല്ല. അപ്പം ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ തീരാറായതുകൊണ്ട് ഞാൻ ഇതിന്റെ ആ മെഡിസിൻസ് ഒക്കെ എടുത്ത് കളഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതിന്റെ ആ കളറിൽ കാണുന്ന എല്ലാ മെഡിസിൻസ് ആണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക. അപ്പോൾ ഒഴിച്ചു വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ആ ഓയിൽ ഇന്ന് റെഡ് കളർ ആവും കേട്ടോ. ഇതിന്റെ മെഡിസിൻസ് അങ്ങനെ എന്താണ് ഇതിലേക്ക് ഓയിലിലേക്ക് അബ്സോർബ് ആയിട്ട് ഇതേപോലെ റെഡ് കളർ ആവും. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആ എണ്ണ ഒഴിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മെഡിസിനിലേക്ക് തന്നെ പിന്നെ കോക്കനട്ട് ഓയിൽ ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ഇത് ഏകദേശം ആ റെഡ് കളർ ആയിട്ടുണ്ടാവും. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, നമ്മൾ എണ്ണ സെപ്പറേറ്റ് ഒഴിക്കണം, കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ എണ്ണ ഒഴിച്ചു വെച്ചിട്ട് ഇതിന്റെ റെഡ് കളർ ആവുന്നവരെ, എത്ര നാൾ ഒഴിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ ആവുമോ അതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മെഡിസിൻ ഫുള്ള് അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചാൽ റെഡ് കളർ ആവില്ല, ആ വെളിച്ചെണ്ണയുടെ കളർ തന്നെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ മാറ്റിയിട്ട് ഇതേപോലത്തെ വേറെ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഓയിലാണ് കേട്ടോ. മുടി നല്ലോണം നീളം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദിക് ആണല്ലോ, ആയുർവേദിക് ഹെർബ്സ് ആണ്. നമ്മുടെ നമ്മുടെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനാണേലും നമ്മുടെ ഹെയറിനാണേലും ഒരുപാട് നല്ലതാണ് കേട്ടോ. ഹൈ റെക്കമെൻഡ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയർ ബൈ ആയുർവേദ മരുന്നുകളൊക്കെ കിട്ടുന്ന കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി. ഇതുപോലെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ബോട്ടിലായിട്ട് തന്നെയാണ് വരിക. ഈ ബോട്ടിൽ ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. പിന്നെയുള്ളത് ഷാമ്പു. ഷാമ്പു ഇപ്പൊ എൻ്റെ കയ്യിൽ 1, 2, 3 ഷാമ്പു ആണ് കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിൽ കറന്റ് ഉള്ളത്. ഞാൻ ഒരുപാട് ഷാമ്പൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ ഷാമ്പൂസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പം അങ്ങനെ സൗണ്ട് എന്തോ പെട്ടെന്ന് നടന്നു. അപ്പൊ ഫസ്റ്റ് വൺ ഡവിന്റെ ഇന്റൻസ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ. ഇത് ഞാനിപ്പം ഈ ബോട്ടിൽ ഇപ്പൊ തീരാറായിട്ട് കുറച്ച് കാണത്തുള്ളൂ. ഇത് ഇന്റൻസ് റിപ്പയർ എന്നായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ റിപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെയറിന്റെ സ്പ്ലിറ്റൻസ് ഉണ്ടാവാതിരിക്കാൻ നോക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഷാമ്പു, നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. 60 രൂപയുള്ളൂ ഈ ബോട്ടിലിന്. അപ്പം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ഷാമ്പു എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. ഈ ഡവിന്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആന്റി ഹെയർ ഫോൾ, ആന്റി ഡാൻഡ്രഫ്, ഡെയിലി ഷൈൻ, അങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. എല്ലാം ഡവിന്റെ മിക്കതും തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ഷാമ്പൂസിൽ ഒന്നും തന്നെ ഒരു വാവ് തോന്നിയ ഒരു ഷാമ്പൂസ് ഇല്ല കേട്ടോ. എല്ലാം ഒരു നോർമൽ ഷാമ്പു എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇത്. പിന്നെ നെക്സ്റ്റ് വൺ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ. ഡാൻഡ്രഫ് ഉള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ആക്റ്റീവ് ക്ലൈൻസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തത്, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എന്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തു. നല്ലതാണ് കേട്ടോ, നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ ഡാൻഡ്രഫ് പറയുമ്പോൾ ചൊറിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചൊറിയുന്ന സമയത്ത് ഇങ്ങനെ പൊടി പോലെ ചാടുക, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. എല്ലാ ഷോപ്പിലും ഉണ്ടാവും, ഓൺലൈനായിട്ടൊക്കെ ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഹൈലി റെക്കമെൻഡഡ് ആണ്. ഡാൻഡ്രഫ് ഉള്ളവർ കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഉള്ളത് ഒരു ഹെർബൽ ഷാമ്പു ആണ് കേട്ടോ. ഇത് ഷിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള RCMന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. RCMന്റെ ഔട്ട്ലെറ്റുകളിലൊക്കെ ഉണ്ടാവും, സാധാ ഷോപ്പുകളിൽ ഉണ്ടാവും. ഇപ്പം കുറെ ഷോപ്പുകാരൻ RCMന്റെ ഏജൻസി എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. നല്ലതാണ് കേട്ടോ. RCMന്റെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല റിസൾട്ട് തരുന്ന. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അറിയൊന്നുമില്ല, കാരണം ഇതിനങ്ങനെ പരസ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അതുപോലെ തന്നെ ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ RCMന്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, നല്ല റിസൾട്ട് തരുന്ന നല്ല പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. അപ്പം അവരുടെ ഒരു ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു, അവർക്ക് ഒരുപാട് ഷാമ്പു ഉണ്ട് കേട്ടോ. അപ്പം ഇത് അവരുടെ ഹെർബൽ ഷാമ്പു ആണ്. ഇത് കണ്ടോ, ഞാൻ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്. ഇത് ഞാൻ തീരുമ്പോൾ പിന്നെയും എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാം. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നല്ല ടയേർഡ് ആയിട്ട് വരികയെന്ന് വിചാരിക്കും.
ഭയങ്കര ടയർഡ് നമ്മുടെ തലയിൽ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. നല്ല തണുപ്പൊന്നുമില്ല, ഭയങ്കര റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊക്കെയാണ് നല്ല സുഖമാണ്. ഇതിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതായത് എന്താ പറയുക, ഇപ്പൊ ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല്. അതായത് നമ്മുടെ തലയിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ഭാരം ഒഴിഞ്ഞു പോയ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഇത് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലാണ്. അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഷാമ്പു ആണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ സ്കാൽപ്പ് അത്യാവശ്യം നല്ല ക്ലീൻ ആക്കി തന്നെ വെക്കുന്നുണ്ട്. പിന്നെ സാധാ നമ്മൾ ഇങ്ങനത്തെ ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ ഡ്രൈ ആവാൻ ചെയ്യുക. അപ്പം ഈ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീക്ക്ലി 2 days ആണ് കേട്ടോ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതും ഒരു പ്രാവശ്യം ഇതും അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെയാണ് യൂസ് ചെയ്യാം. പിന്നെ ചില സമയത്ത് ഇത് അങ്ങനെയൊക്കെ. അപ്പൊ അധികം തന്നെ ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഡവ് ഇപ്പൊ യൂസ് ചെയ്ത് ഞാൻ കുറച്ചു, അതിന് പോലെ ഇതാണ് കേട്ടോ. ഡാൻഡ്രഫ് ഫുള്ളാണ്. ഇതിപ്പോ ഞാൻ വീക്ക്ലി 2 days എന്തോ യൂസ് ചെയ്യുന്നുണ്ട്. ഡാൻഡ്രഫ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പൊ ഇത് വീക്ക്ലി 2 days, ഇത് ചിലപ്പോൾ 1 days അങ്ങനെയൊക്കെ. ഇതിപ്പോ ഞാൻ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേക്കാണ്ട് ഇത് കിട്ടിയതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷണർ ഇപ്പൊ എൻ്റെ ഒന്നേ ഉള്ളൂ. അതിപ്പോ ഞാൻ കാണിച്ച ഡവിന്റെ ഇൻഡസ് റിപ്പയർ എന്ന് പറഞ്ഞ ഷാമ്പു ഇല്ലേ, അതിന്റെ തന്നെ സെയിം കണ്ടീഷണർ ആണ് കേട്ടോ. എനിക്ക് ഷാമ്പു വെച്ച് നോക്കുമ്പോൾ കണ്ടീഷണറാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കുറച്ച് ദിവസത്തേക്ക്. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്കെങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ ഹെയറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടീഷണർ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു ഷാമ്പൂവിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. പിന്നെയുള്ളത് എൻ്റെ ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ. ആന്റി ഡാൻഡ്രഫ് മാസ്ക് ആണ്, സ്ട്രീക്സിന്റെ. നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ലോണം ഡാൻഡ്രഫ് കുറയുന്നുണ്ട്. പിന്നെ നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ മാസ്ക് ഇടുമല്ലോ, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് മാസ്ക് ഇടുമല്ലോ. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ സ്കാൽപ്പിലും അതുപോലെ ഹെയറിന്റെ റൂട്ട് ടു ടിപ്സ് വരെ ഞാൻ ഈ മാസ്ക് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അന്നേരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാൻഡ്രഫ് കൺട്രോൾ ആവും, നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആവും, അതുപോലെ തന്നെ നമ്മുടെ മുടി സ്പ്ലിറ്റ് ചെയ്യാണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും മാസ്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. എൻ്റെ അങ്ങനെയാണ് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ ഡ്രൈ ഹെയർ ഒക്കെ നല്ല ഒരു സ്മൂത്ത് ആയിട്ട് വെക്കാനായിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി ഒരു കൺട്രോൾ, ഒരു അണ്ടർ കൺട്രോൾ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാസ്ക് ആണ്. പിന്നെ ഉള്ളത് റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. ഇത് ജോവീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇപ്പൊ യൂസ് ചെയ്തിട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. ഇതിന്റെ സ്റ്റിക്കർ എപ്പോഴോ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുന്നേ ഞാനിങ്ങനെ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടായ സമയത്ത് ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ വാങ്ങിക്കാനായിട്ട് കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പൊ ട്രൈ ചെയ്യുമ്പോഴെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ആ സമയത്ത് അത് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയതേ ഇല്ല. അപ്പൊ ഞാനിത് എപ്പോഴോ റീസെന്റ് ഇങ്ങനെ റോസ്മേരി വാട്ടർ സെർച്ച് ചെയ്ത് വന്നപ്പോൾ കണ്ടതാണ് ജോവീസിന്റെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. അടിപൊളിയായിരുന്നു. അപ്പം എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹെയർ നല്ലോണം, എനിക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കും, ഇപ്പൊ കുറേയൊക്കെ മാറി കണ്ടോ. ഇവിടെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും ഭാഗം. അതുപോലെ തന്നെ ഈ സൈഡിലും ഇത്രയും ഭാഗം ഇങ്ങനെ നല്ലോണം ഹെയർ ഫോൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു വൈറ്റ് കളറാണ്. അപ്പൊ ആരെങ്കിലും എന്നെ കാണുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗത്ത് മുടിയില്ല, ഈ 2 സൈഡിലും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉണ്ടായതാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അങ്ങനെ മുടി പോയ സമയത്താണ് ഞാൻ റോസ്മേരി വാട്ടർ വാങ്ങിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ആൽഫ് ഗുഡ്നസിന്റെ കിട്ടിയില്ല. അപ്പൊ ഞാൻ ജോയ്സിന്റെ വാങ്ങിച്ചു. അടിപൊളിയാണ്, ഒരു മിറാക്കിൾ പ്രോഡക്റ്റ് എന്ന് പറയും. അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് ഫുള്ള് വെക്കും. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഇങ്ങനെ കുറച്ച് പൊങ്ങിയൊക്കെ ഇരിക്കില്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ നോർമൽ സെറം യൂസ് ചെയ്യാണ്ട് അതിന് പകരം കൂടി ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലൊന്നുമില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ സ്മെല്ല് അങ്ങ് മാറിക്കോളും. അപ്പൊ നമ്മുടെ മുടി നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് ഇത് ബെനിഫിറ്റ് ആണ്, നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ 4-5 ബോട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പം ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ആയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഹെയറിന് ഒരുപാട് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എറണാകുളമൊക്കെ പോയിട്ട് വന്നിട്ട് ഒച്ചയൊക്കെ അടങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തോണ്ടാന്ന് തോന്നുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു, സൗണ്ട് അങ്ങോട്ട് ശരിയാവണില്ലേ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ഹൈലി റെക്കമെൻഡ്. ആൾസ് ഗുഡ്നസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നല്ലതായിരിക്കും കേട്ടോ, നല്ല ഹൈപ്പിൽ നിൽക്കുന്നതാണ്.
പക്ഷെങ്കിൽ ഇത് അത്ര ഹൈറ്റിലൊന്നും നിൽക്കുന്നല്ല. ജോവീസ് കേട്ടോ, ബ്രാൻഡ് മറന്നുകൊണ്ട് ജോവീസ് നല്ലതാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. കണ്ടിപ്പോ എന്റെ മുടി നോക്കിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, എന്നാൽ പോലും നല്ലോണം ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ, ഹെയർ ഇങ്ങനെ ഉണ്ടായി വരുന്നില്ലേ. അപ്പൊ അങ്ങനെ, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് RCMന്റെ തന്നെ ഒരു ഹെയർ ഗ്രോത്ത് സെറം ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ തീർന്നു, ഞാൻ പിന്നെ റീപർച്ചേസ് ചെയ്തിട്ടില്ല. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. RCMന്റെ ആണ് കേട്ടോ, ഹെയർ ഗ്രോത്ത് സെറം. RCM ആകെ ഒരു ഹെയർ ഗ്രോത്ത് സെറം മാത്രമേ ഉള്ളൂ. എന്റെ പേര് ഞാൻ മറന്നു. RCMന്റെ ഔട്ട്ലെറ്റിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. RCMന്റെ പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ വീടുകളിൽ കയറി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 500 രൂപ 600 രൂപ എന്താണ് ഒരു ഇത്രയുള്ള ഒരു ബോട്ടിൽ. പക്ഷെ നല്ലതാണ് കേട്ടോ. അതും എനിക്ക് ഈ മുടി ഉണ്ടാവാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. പിന്നെ ഞാൻ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനതങ്ങ് നിർത്തി അങ്ങനെ. അപ്പം അതും നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ആ സെറവും ഈ എന്താ റോസ്മെരി വാട്ടറും ആണ് കേട്ടോ എന്റെ ഹെയർ ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉണ്ടായ ഹെയർ ലോസ് ഓവർകം ചെയ്ത് ഹെയർ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എന്റെ പ്രോഡക്റ്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്റെ ഹെയർ കെയർ റൊട്ടീൻ ആണ്. എന്താണ് ഓയില്, ഷാമ്പൂ, കണ്ടീഷണർ, മാസ്ക്, പിന്നെ ഒരു സെറം. സെറം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റോസ്മെരി. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്ട്രീക്സിന്റെ സെറം, സാധാരണ നോർമൽ സെറം ഉണ്ടല്ലോ ഒരു യെല്ലോ കളറുള്ളത്, അപ്പൊ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മുടെ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പറന്ന്, അതായത് ഒതുങ്ങിയിരിക്കേണ്ടതൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മാത്രം ജസ്റ്റ് ഹെയർ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള സെറം യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇടയ്ക്ക് അതുപോലുള്ള അവസരങ്ങളിൽ മാത്രം കേട്ടോ, അല്ലാത്ത സമയത്ത് ചെയ്യാറില്ല. ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും. ഇത് ഞാൻ ഓവർനൈറ്റ് ഫുൾ വെക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കടയിലൊക്കെയാണ് പോകുന്ന സമയത്തെങ്കിൽ മുടി ഇതുപോലെ പറന്നിരിക്കണം, ഞാൻ ഇത് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡേയും നൈറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബൈ.